ബിഗ് ബോസ് മലയാളം സീസൺ 8 ഓഡിഷൻ ഒഫീഷ്യലായി തുടങ്ങിയതോടെ 10,000-കണക്കിന് സാധാരണക്കാരാണ് ഇപ്പോൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിൽ പലരും ഹൗസിനുള്ളിലേക്ക് കയറാൻ യോഗ്യത നേടുമായിരിക്കാം. പക്ഷേ ഹൗസിനുള്ളിൽ കയറി കഴിഞ്ഞാൽ വലിയ സെലിബ്രിറ്റികൾക്കും PR ആർമികൾക്കുമെതിരെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? മുൻ സീസണുകളിൽ വന്ന പല കോമണേഴ്സും വെറും 2 ആഴ്ച കൊണ്ട് ഔട്ടായിപ്പോയത് നമ്മൾ കണ്ടതാണ്. അവർക്ക് എവിടെയാണ് തെറ്റിയത്? സെലിബ്രിറ്റികളുടെ വൻ കോട്ടകളെ തകർക്കാൻ വരാൻ പോകുന്ന സാധാരണക്കാർ ഉപയോഗിക്കേണ്ട 3 മാരക സൈക്കോളജിക്കൽ സ്ട്രാറ്റജികൾ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് വിശകലനം ചെയ്യാം. ഒന്നാമത്തെ തന്ത്രം, ബ്രേക്കിംഗ് ദ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. കഴിഞ്ഞ സീസണുകളിലൊക്കെ ചില കോമണേഴ്സ് ഹൗസിനുള്ളിൽ കയറി കഴിഞ്ഞാൽ വലിയ സിനിമ സീരിയൽ താരങ്ങളെ കാണുമ്പോൾ അറിയാതെ ഒരു അപകർഷതാബോധത്തിലേക്ക് വീണു പോകാറുണ്ട്. അവരുടെ സംസാരിക്കാൻ പേടി, അല്ലെങ്കിൽ അവരെക്കാൾ താഴെയാണ് തങ്ങളെന്ന ഒരു ചിന്ത. ഇവിടെയാണ് നിങ്ങൾ ദ ഇക്വലൈസർ സ്ട്രാറ്റജി ഉപയോഗിക്കേണ്ടത്. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറി കഴിഞ്ഞാൽ അവിടെ ആരും സെലിബ്രിറ്റികളല്ല, എല്ലാവരും വെറും മത്സരാർത്ഥികൾ മാത്രമാണ്. ക്യാമറയ്ക്ക് മുന്നിൽ വലിയ താരങ്ങളുടെ അതേ ലെവലിൽ നിന്ന് അവരുടെ കണ്ണുകളിൽ നോക്കി യാതൊരു ഭയവുമില്ലാതെ സംസാരിക്കാൻ സാധിക്കുന്ന കോമണർ ആരാണോ അയാളെ പ്രേക്ഷകർ ആദ്യ ആഴ്ച തന്നെ നെഞ്ചിലേറ്റും. നിങ്ങളുടെ ആത്മവിശ്വാസമാണ് സെലിബ്രിറ്റികളുടെ ഏറ്റവും വലിയ പേടി. രണ്ടാമത്തെ കാര്യം, അവോയ്ഡ് ദ സിമ്പതി ട്രാപ്പ്. ഞാനൊരു പാവം സാധാരണക്കാരനാണ്, എനിക്ക് വലിയ ഫാൻസ് ഇല്ല, അതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് ഹൗസിനുള്ളിൽ പറഞ്ഞു നടക്കുന്നത് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ പരാജയമാണ്. ഇന്നത്തെ ബിഗ് ബോസ് പ്രേക്ഷകർ ഭയങ്കര സ്മാർട്ടാണ്. അവർക്ക് ഇമോഷണൽ സിമ്പതി അല്ല വേണ്ടത്, കട്ട സ്ട്രാറ്റജിയും കണ്ടന്റും തരുന്ന ആളുകളെയാണ്. മുൻപ് വന്ന പലർക്കും ഇവിടെയാണ് തെറ്റിയത്. അവർ സ്വയം ഒരു പാവം ഇമേജിലേക്ക് ഒതുങ്ങിപ്പോയി. എന്നാൽ വരാൻ പോകുന്ന സീസൺ 8 കോമണേഴ്സ് കളിക്കേണ്ടത് ദ അണ്ടർഡോഗ് ഗെയിമാണ്. ഞാൻ സാധാരണക്കാരനാണ്, പക്ഷേ ബുദ്ധിയിലും ടാസ്കിലും ഞാൻ നിങ്ങളെക്കാൾ മുന്നിലാണ് എന്ന് തെളിയിച്ച് സെലിബ്രിറ്റികളെ മാനസികമായി വെല്ലുവിളിക്കണം. സിമ്പതി കൊണ്ടല്ല, നിങ്ങളുടെ കളി കണ്ടു വേണം ജനങ്ങൾ വോട്ട് ചെയ്യാൻ. മൂന്നാമത്തെയും ഏറ്റവും മാരകവുമായ തന്ത്രം, എക്സ്പോസ് ഇൻ ദ മാസ്ക്. വലിയ സെലിബ്രിറ്റികൾ എപ്പോഴും സമൂഹത്തിന് മുന്നിൽ തങ്ങളുടെ നല്ല ഇമേജ് നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഹൗസിനുള്ളിൽ പല കാര്യങ്ങളിലും അവർ ഒരു സേഫ് ഗെയിം കളിക്കാൻ നോക്കും, അല്ലെങ്കിൽ ഒരു നന്മമരം മുഖംമൂടി ധരിക്കും. ഒരു മികച്ച കോമണർ ചെയ്യേണ്ടത് കൃത്യമായ ചോദ്യങ്ങളിലൂടെയും വാദങ്ങളിലൂടെയും ഈ സെലിബ്രിറ്റികളുടെ ആ മുഖംമൂടി വലിച്ചു കീറുകയാണ്. അവർക്ക് ദേഷ്യം വരുത്തിച്ച് അവരുടെ ഒറിജിനൽ ക്യാരക്ടർ പ്രേക്ഷകർക്ക് മുന്നിൽ പുറത്തു കൊണ്ടുവരിക. ബിഗ് ബോസിൽ വലിയ താരങ്ങളുടെ ഇമേജ് തകർക്കാൻ ഒരു സാധാരണക്കാരൻ്റെ ഒറ്റ ചോദ്യം മതിയാവും. ഈ ഒരു മൈൻഡ് ഗെയിം കളിക്കാൻ പറ്റുന്ന ആളായിരിക്കണം ഇത്തവണത്തെ കോമണർ താരം. ചുരുക്കത്തിൽ, വെറും ഒരു സാധാരണക്കാരനായി വന്ന് ബിഗ് ബോസ് കിരീടം ചൂടണമെങ്കിൽ വലിയ തന്ത്രങ്ങൾ തന്നെ വേണം. ഈ പറഞ്ഞ 3 സ്ട്രാറ്റജികളിൽ ഏതാണ് ഒരു കോമണർക്ക് ഏറ്റവും കൂടുതൽ വിജയം തരിക? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. ബിഗ് ബോസ് സീസൺ 8ൻ്റെ ആഴത്തിലുള്ള സൈക്കോളജിക്കൽ ഗെയിം പ്ലാനുകളും വിശകലനങ്ങളും ഒട്ടും മിസ് ചെയ്യാതിരിക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത ഒരു കിഡ്ലൻ സ്ട്രാറ്റജി വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.